എന്തുകൊണ്ടാണ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ആക്ച്വലി ഉള്ളത്. കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമേഷൻ, അണ്ടർസ്റ്റാൻഡ്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ഓരോ ജനറേഷൻ വൈസ് നടന്നാലേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാകുകയുള്ളൂ. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻഫോർമേഷൻ കിട്ടുന്നത്, അറിവുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്തിനും ഏതിനും ഓരോ പക്ഷക്കാരുണ്ട്. അതായത് ഈ വാർത്ത ശരിയാണെന്ന് കൊടുക്കുന്ന പക്ഷക്കാരുണ്ട്, തെറ്റാണെന്ന് പറയുന്ന പക്ഷക്കാരുണ്ട്. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ളൊരു ഡിബേറ്റാണ് ഇന്നത്തെ ഒരു ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയിലാണ് ഇവിടെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരുപാടുണ്ടാകുന്നത്. ഇൻഫർമേഷൻ കിട്ടുന്നത് കൂടിക്കൂടി വന്നപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞാണ് വന്നത്. എൻ്റെ ജനറേഷൻ 60കളിലെയോ 50കളിലെയോ ആണെങ്കിലും, എൻ്റെ ജനറേഷൻ 90കളിലെ ആണെങ്കിലും, എൻ്റെ ജനറേഷൻ ഇപ്പോഴത്തെ 2000കളിലെ ആണെങ്കിലും ഞാൻ ഇവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്.